മുൻപ് മുതലേ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എതിര് കക്ഷികളുടെ നേതാക്കന്മാരെ പെണ്ണ് കേസിൽ കൊടുക്കാറുണ്ട്. പെണ്ണ് കേസ് കേൾക്കാൻ നല്ല രസമുള്ള വിഷയമാണ്. ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും ചേഷ്ടകളും എല്ലാം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൗതുകകരമാണ്. അത് നിത്യേന പറഞ്ഞ് പ്രചരിപ്പിച്ച് ഏത് കളവും ഏത് കള്ള പെണ്ണ് കേസാണെങ്കിലും അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മുൻപ് മുതലേ അത് കേരളത്തിൽ ആവർത്തിക്കുന്നതാണ്. മുൻപ് ഐസ്ക്രീം എന്ന് പറഞ്ഞ് കുറേ കേസുകൾ ഉണ്ടാക്കി. 19 വർഷം 300 കേസുകളിലൂടെ 300 കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടു. അതിനുശേഷം ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു അഭിസാരികയെ ഇറക്കി അതിൽ കളവുകൾ പ്രചരിപ്പിച്ച് വീണ്ടും വീണ്ടും ഒരുപാട് പറഞ്ഞ് എല്ലാവരും കളവ് പറഞ്ഞ് അങ്ങനെ ഭരണം പിടിച്ചു. ഇപ്പം മൂന്നാമത് ഭരണം പിടിക്കുവാൻ യാതൊരു വകുപ്പും കയ്യിലില്ല. ഭരണത്തിൻ്റെ ഒരു നേട്ടവും പറയാനില്ല. അപ്പോഴാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതാനും സ്ത്രീകളെ ഇറക്കി ദിവസക്കൂലിക്ക് സ്ത്രീകളെ ഇറക്കി കളവുകൾ പ്രചരിപ്പിക്കുന്ന ലൈംഗിക കാര്യങ്ങൾ അഭിസാരികകളെ ഇറക്കി വീണ്ടും അതേ മാർഗം സ്വീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ നല്ല ആളുകളുടെ പേരിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന കളവുകൾ പ്രചരിപ്പിക്കുന്നതല്ലാതെ ഒരാൾക്ക് നഷ്ടമില്ലാത്ത, രാഷ്ട്രത്തിന് നഷ്ടമില്ലാത്ത, സാമ്പത്തിക പരാധീനതയില്ലാത്ത കേസുകൾ ഏത് സ്ത്രീകളെയും ദിവസക്കൂലിക്ക് വാടകയ്ക്കെടുത്താൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ സന്നദ്ധമായ ധാരാളം സ്ത്രീകളുണ്ട്. അവരെ വിലക്കെടുത്ത് പറയിപ്പിക്കുകയും അതിന് സംരക്ഷണം കൊടുക്കുകയും അങ്ങനെ ഭരണം പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ മൂന്നാമത്തെ ആരോപണം ജനങ്ങൾ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ആരോപണങ്ങൾ പറഞ്ഞ TV അവതാരകർ അത് കളവായിരുന്നു പറഞ്ഞതെന്നുള്ള നിലയിൽ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ജനങ്ങൾ കാണുന്ന ഇത് വില കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുതയും കൂടി നാം മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.